നമസ്കാരം. നമ്മുടെ അനുമോള് ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിൽ വിന്നർ അനുമോള് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. നമുക്കൊന്നും വെളിയിൽ ഒരുപാട് പേർക്കൊന്നും അറിയാത്ത കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഈ പറയുന്ന അനുമോളെ എന്തൊക്കെയാണ് പറഞ്ഞത്? അനുമോളെ ക്രൂശിക്കാവുന്നതിന്റെ മാക്സിമം ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് ക്രൂശിച്ചാ വെളിയെ വിട്ടത്. ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും അതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ്, കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് കമന്റ് ഇടുന്നവരും ചൊറിയും കുത്തി ഇരിക്കുന്ന ആളുകളാണ്. എനിക്ക് ഒന്നുമല്ലതേ രോമമില്ല കേട്ടോ. ഇനി വരുന്ന സീസണിൽ എന്റെ അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ചേച്ചി അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അതാണ് പെട്ടെന്ന് സങ്കടം. എന്റെ അവസ്ഥ ആർക്കും വരരുതെന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിൽ പോകുന്നവർക്കൊന്നും ഇനി എന്റെ അവസ്ഥ വരരുത് എന്ന് പറയുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്, ഈ അനുമോള് കയറിയപ്പോൾ തന്നെ ടാർഗറ്റ് ചെയ്ത പല വ്യക്തികളും ഉണ്ട്. ഇവർക്കെല്ലാം ടാർഗറ്റ് അനുമോളായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അനുമോള് മറ്റൊരു ഷോയിൽ നിന്നും പ്രശസ്തിയായിട്ട് തന്നെയാണ് അകത്തോട്ട് പോയത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്റ്റാർ മാജിക്. അനുമോൾക്ക് ഇത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ട്, വെളിയിൽ ഇത്രയും സപ്പോർട്ട് ഉണ്ട്, എന്നാൽ പിന്നെ അനുമോളെ നമ്മൾ തകർത്തിട്ടേ ഉള്ളു കാര്യമെന്ന് പറഞ്ഞ് അനുമോളോട് ടാർഗറ്റ് ചെയ്ത് അവിടെ വന്ന മത്സരാർത്ഥികളിൽ ചുരുക്കം ചിലരൊഴിച്ച് ബാക്കി എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ അനുമോളെയായിരുന്നു. അവര് വേണ്ടതും വേണ്ടാത്തതും എല്ലാം പറഞ്ഞിരുന്നു. അനുമോള് പറഞ്ഞതെല്ലാം അനുമോള് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ സ്റ്റാർ മാജിക്കിലൊക്കെ ഞാൻ കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതിനകത്തൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, പുതപ്പുക്കുള്ള പോരാട്ടം ഒക്കെ നമ്മൾ കണ്ടതല്ലയോ. ഈ പറയുന്ന അനുമോള് തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് അതും എടുത്ത് അനുമോള് തലക്കോട്ട് തന്നെ അങ്ങ് അടിച്ചു. എന്നിട്ട് മോഹൻലാലൊക്കെ വന്നിരുന്ന് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതാ. ഇവിടെ ആരും കണ്ടില്ല, ഞങ്ങൾ 100ഓളം ക്യാമറകൾ അവിടെ വെച്ച് തിരിച്ചു നോക്കി, ഇവിടെ വെച്ച് തിരിച്ചു നോക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനിയെങ്കിലും ബിഗ് ബോസിനോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കുൽസിത പ്രവർത്തികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഈ കുൽസിത പ്രവർത്തികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഷോയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, ഈ ഉത്സവം നടത്തിയിട്ട് ഇറങ്ങി വരുന്നവർക്ക് ഒരു ഭാവിയുണ്ട് വെളിയിൽ. എന്തായാലും ആൾക്കാർ ഇതെടുത്തെടുത്തെടുത്ത് സംസാരിക്കും. നമ്മളുടെ മുന്നിൽ തന്നെ ഉണ്ട്, അതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അവരുടെ കുൽസിതങ്ങൾ അവിടെ തന്നെ നിർത്താനൊന്ന് ശ്രമിച്ചാൽ നല്ലതായിരുന്നു. നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുമായിരിക്കാം, വെളിയിലുള്ളവർക്കും കണ്ടന്റ് കിട്ടും. പക്ഷെ നമ്മളൊക്കെ ഇത് എടുത്ത് പിന്നെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ബഹളം, അവർക്ക് അവിടെ എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ അഴിച്ചു വിട്ടിരിക്കുന്നത് പോലെയാണ് പലരും വന്ന് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്ക് ഈ എന്താ പറയുന്നവരെല്ലാം അമ്മാവന്മാരും ഈ ചെയ്യുന്നവരൊക്കെ ന്യൂജൻ എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതൊന്നും അല്ല കേരളത്തിന്റെ സ്ഥിതി അറിയാമല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടത്തുന്ന ഷോ പോലെ അല്ല ഈ കേരളത്തിൽ ഷോ നടത്തുന്നതെന്ന് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം പറയാൻ വന്നത്, 2-3 സീസൺ ആയിട്ട് ഇപ്പൊ ഈ കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെട്ട് അതിൽ നിന്നും പേരെടുക്കുന്നവരുണ്ട്. എങ്ങനെയാണ് അവരെ ഒന്നും ആരും അറിയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും ഈ കുൽസിതമൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും എടുത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവരുടെ പേര് ഇങ്ങനെ ഫ്രണ്ട് ലൈനിൽ ഇങ്ങനെ നിൽക്കും. അത് അവർക്ക് ആവശ്യമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ ചെയ്യുന്നത്. ഇവർ ഓർക്കാത്തൊരു കാര്യം, ഇവർ വെളിയിൽ വരുമ്പോഴും ഇവർക്കൊരു ഭാവിയുണ്ട്. ഈ ബിഗ് ബോസിൽ പോകുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ അകത്ത് പോകുന്നതെല്ലാം കൊള്ളാം, നിങ്ങൾ മാന്യം മര്യാദയ്ക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പോഴും ആ ഒരു പേരും ആ ഒരു നിലവാരവും ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വലിച്ചു കീറും ആരാണെങ്കിലും. ഈ റിവ്യൂ ചെയ്യുന്നവരുടെ തോളത്തോട്ടാണ് എല്ലാവരും കയറുന്നത്. പിന്നെ റിവ്യൂക്കാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഈ കാണുന്നതിനെ പിന്നെ ഇപ്പൊ അവിടെ ഒരു കുൽസിതം നടക്കുന്നു, അതിനെ കുൽസിതം എന്നുള്ളതല്ല, കുൽസിതം എന്ന് പറയാതെ നമ്മളാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതിനെ നല്ലൊരു പരിപാടിയായിരുന്നു അവിടെ നടന്നത് എന്ന് പറയാൻ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ കുൽസിതം എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ചേച്ചിക്ക് അറിയാലോ, എനിക്ക് ഈ ജോത്സ്യം ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ തന്നെ ഞാൻ ജോത്സ്യം വരെ വിളിക്കാൻ തുടങ്ങി. ഞാൻ എന്താ എന്റെ സമയം ഇപ്പൊ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പൊ പറഞ്ഞു, ഒരാള് പറഞ്ഞു, അനു ഒന്നും നോക്കണ്ട, പൊക്കോ കപ്പും കൊണ്ടുവരുമെന്ന്. അതുപോലെ ഒരുപാട് ചർച്ചയായ വിഷയമാണ് പ്ലാച്ചി. നമ്മുടെ അനുമോളുടെ പ്ലാച്ചി കൂടോത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്. അതിന്റെ മെയിൻ അപ്പാനിയായിരുന്നു. അത് വേറെ കാര്യം, അപ്പാനിക്ക് ഇതിനൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു, അതുകൊണ്ട്. പക്ഷെ ഇതിനകത്ത് പറയുന്നുണ്ട്, എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ച സമയത്ത് ഞാൻ ആദ്യം പോകുന്നില്ല, അതിനുശേഷം ഞാൻ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ എന്നാന്ന് പോയേക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ജോത്സ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ ജോത്സ്യം പറഞ്ഞു, ശരി പൊയ്ക്കോ, നീ കപ്പും കൊണ്ടുവരും എന്ന് ജോത്സ്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചർച്ചയായതാണ്. എപ്പോഴാണ് ഈ ബിഗ് ബോസ് ഷോ നടക്കുമ്പോൾ തന്നെ ചർച്ചയായതാണ്. ഇങ്ങനെ ഒരു വലിയൊരു ജോത്സ്യൻ ഉണ്ടെന്നും സ്ഥിരം അവിടെ ആ അമ്പലത്തിൽ സ്ഥിരമായിട്ട് അനുമോള് പോകാറുണ്ടെന്നും അനുമോള് കൂടോത്രം ചെയ്തെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു. ഇടയ്ക്ക് എത്ര കൂടോത്രം ചെയ്താലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ എന്താണ്, ജനങ്ങൾ നമ്മളെ എങ്ങനെ വിലയിരുത്തും, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. അതിനെ കൂടോത്രം ചെയ്തിട്ടോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് ദൈവവിശ്വാസിയാണ്, ഞാൻ ഇങ്ങനെ പോയി ജാതകമൊക്കെ നോക്കാറുണ്ട്, ആ സമയത്താണ് ഞാൻ വിളിച്ചു ചോദിക്കുന്നത്, അപ്പൊ ഞാൻ കപ്പം കൊണ്ട് വരുമെന്ന് പറയുമ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്, ആ നമ്പർ ഒന്ന് എനിക്ക് തരണമെന്ന്. എനിക്ക് തോന്നുന്നു ലക്ഷ്മിപ്രിയ ഇനി ബിഗ് ബോസിലോട്ട് അങ്ങനെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്.
അപ്പൊ ആ ടൈമിൽ ഞാൻ അഞ്ജന ചേച്ചിയുടെ പറഞ്ഞു ഒന്ന് ഫോൺ തരുമോ, അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞു. കുട്ടി വീണ്ടും ആ 100ാമത്തെ ദിവസത്തേക്ക് പോയിട്ടോ. അത് ആലോചിച്ചപ്പോ ഓക്കെ അയ്യോ കരയരുന്ന് പറഞ്ഞിട്ട് അമ്മയും ചേച്ചിയും വിട്ടത് എൻ്റെ അടുത്ത്. അല്ല ഞാൻ പെട്ടെന്ന് മനുഷ്യരല്ലേ ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എപ്പോഴും വരും. ഇങ്ങനെ ഇത്രയും മാസം ഇതിനിടയ്ക്ക് ഈ കാര്യത്തെ പറ്റി ആരും സംസാരിക്കാറില്ല. ഞാൻ സംസാരിച്ചാൽ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞില്ലേ, പോവാൻ പറ, നമ്മുടെ പുതിയ കരിയർ പുതിയ ലൈഫൊക്കെ ആയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ചില്ലായിട്ട് സംസാരിക്കുന്നത്. പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനുഷ്യരാകുമ്പോൾ അനുഭവിച്ചതല്ലേ, അത്രയ്ക്ക് അനുഭവിച്ചതല്ലേ എന്ന് ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രയും പറയുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രം എന്നല്ല, ഒരുമാതിരി കണ്ടവർക്കെല്ലാം അറിയാം. ഒരു സീസണിലും ആരും അനുഭവിക്കാത്തത് പോലെ അനുഭവിച്ച ആളാണ് ഈ പറയുന്ന അനുമോള്. അനുമോള് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് അനുമോളുടെ കൂടെ നിന്ന് പറയാൻ അവിടെ ഒരാളും ഇല്ലായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ തന്നെ പല സമയങ്ങളിൽ അനുമോളെ ചതിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും അനുമോൾ ആ സത്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന നിലപാടിൽ നിന്ന് ഞാൻ മാറുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആളാണ്. ഇത്രയും ക്യാമറകളുണ്ട്, ഞാൻ അവിടെ എന്ത് കള്ളത്തരം കാണിച്ചാലും അവിടെ പിടിക്കപ്പെടും, അതുകൊണ്ട് എനിക്ക് കള്ളത്തരം കാണിക്കാൻ തോന്നിയില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അനുമോള് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ, അലിഗേഷൻസ് ആയിട്ട് വന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അനുമോൾ ഇപ്പൊ കരയുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം അനുമോള് അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആളാ, കഷ്ടപ്പെട്ട് കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ആളാ. ഇവർ അച്ഛൻ ഒരു കടയായിരുന്നു, കരിപ്പട്ടിയുടെ ഒക്കെ ഒരു കടയായിരുന്നു. അച്ഛൻ ആ പ്രായത്തിലും കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞ് സ്റ്റാർ മാജിക്കിലൊക്കെ ഒന്ന് ക്ലിക്കായി വന്നപ്പോൾ അതൊക്കെ നിർത്തി. ഓക്കെ, എന്നിട്ടും ആ കുടുംബത്തിന്റെ ഭാരം മൊത്തം എടുത്ത് ആ കുടുംബത്തെ നേരെ കൊണ്ടുപോകാൻ അധ്വാനിച്ച് മുന്നോട്ട് വന്ന ഒരു കുട്ടിയാണ് ഈ അനുമോള്. ഈ അനുമോളെ കുറിച്ച് എന്തൊക്കെയാണ് അന്ന് പറഞ്ഞുണ്ടാക്കിയത്. ഈ സൈബർ ആക്രമണത്തിനൊക്കെ ഒരു അതിരില്ലെന്ന് നമുക്ക് ആ സമയത്ത് തോന്നിപ്പോയായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ആ അനുമോൾ അതിനകത്ത് കപ്പടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അനുമോള് ചെയ്യാത്ത കുറ്റത്തിനും അനുമോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ചും അനുമോളെ അതുപോലെ ഉപദ്രവിച്ചിരുന്ന ആൾക്കാരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ജീവിതത്തിലേക്ക് മുന്നോട്ട് വരണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു കുടുംബത്തെ ഒരു ആൺപിള്ളേരിൽ നിന്ന് എങ്ങനെയാ നോക്കുന്നത്. ഒരു ആൺചെറുക്കൻ, നല്ലൊരു ആൺചെറുക്കൻ ജോലി കിട്ടി വരുമാനം ഉണ്ടായി അവർ അച്ഛനെയും അമ്മയും ആ കുടുംബത്തെ എങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു, ആ ഒരു ലെവലിലേക്ക് ഒരു ആൺകുട്ടി എന്തു ചെയ്യുമോ അതുപോലെയൊക്കെയാണ് അനുമോൾ ആ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം ലൈഫ് ലോങ് ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. അയാൾ എനിക്ക് വേണ്ടി എന്തൊക്കെ സ്നേഹം, എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട്. അതൊരിക്കലും അങ്ങനെ കളയുന്നൊരു വ്യക്തിയല്ല ഞാൻ. നന്ദിയുള്ളവളാണ് ഞാൻ. അപ്പോൾ ലക്ഷ്മി ചേച്ചി എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഫുൾ വീഡിയോ എനിക്ക് ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയും നെഗറ്റീവ് കമന്റ്സ് അതിൽ ചേച്ചിക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ നന്ദിയുള്ളവളാണ്. എന്നെ ആരെന്ത് സഹായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആ സഹായം ഒരിക്കലും മറക്കത്തില്ല. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഞാൻ അത് തിരിച്ച് പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അനുമോൾ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത്രയും അനുഭവിക്കുമ്പോഴും വെളിയിൽ അനുമോളുടെ കമ്പനിക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു, ഈ സിനിമാ ഫീൽഡിലൊക്കെ ഉള്ളവര്. പക്ഷെ അവരാരും ഒരുപാട് പേരൊന്നും വെളിയിലോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും നിന്നില്ല. അവർ അവിടെ ഇവിടെയും തൊടാതൊക്കെ ബൈറ്റ് കൊടുത്തവരുണ്ട്. ലക്ഷ്മി നക്ഷത്രയെ പോലുള്ളവർ നേരിട്ട് സപ്പോർട്ട് ചെയ്തവരുണ്ട്. ഷിയാസിനെ പോലുള്ളവരൊക്കെ നേരിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. പോയ നേരത്തെ ഇവർ പറഞ്ഞു പൊയ്ക്കോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. പക്ഷെ പൊക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോ അനുമോൾ ജയിക്കുമോ തോക്കുമോ ഇവർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇവരൊരു പബ്ലിക്കിൽ വന്നിട്ട് അങ്ങനെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരാരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആയിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേര്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അനുമോളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ, അനുമോളെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അനുമോൾക്ക് മാത്രമേ നിങ്ങൾ കൂടെ ഇരിക്കാൻ പാടുള്ളൂ എന്നൊന്നും എടുത്ത് എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പം ആദിലെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആദിലെ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഓഡിയൻസ് വിചാരിക്കുകയാണ് ആദിൽ വിന്നറായാൽ മതി, അനുമോളാകണ്ട. അപ്പോൾ അവർക്ക് എന്തായാലും ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എതിരെ ഇപ്പോഴും ഇടുന്നവരുണ്ട്. ആദിലയുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത്. ഞാനാണ് കപ്പടിച്ചതെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഞാനാണ് കപ്പടിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് നിരങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കപ്പടിച്ചത് അനുമോളാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അർഹതപ്പെട്ട കയ്യിൽ തന്നെയാണ് ആ കപ്പ് എത്തിയതും. ഇതിനകത്ത് പറയുന്നൊരു കാര്യം നെഗറ്റീവ് കമന്റുകൾ വരുന്നതിനെ കുറിച്ചാണ്. അതിനകത്ത് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അനുമോള്. എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ മാത്രം ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത് പലരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർ കുറച്ചു പേരുണ്ടാവും, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവും. അവരോട് പോയിട്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
കാരണം ലോകത്തുള്ള എല്ലാവരും ഞാനാണ് വിന്നർ എന്ന് പറയുന്നു പറഞ്ഞ് ഓരോരുത്തർ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ട്. ഞാൻ എന്റെ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അക്ബറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഈ പറഞ്ഞ ആദില നൂറെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അനീഷിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെ പലരും പല രീതിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർ പറയും നിങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ ജയിച്ചത്, നിങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ വിന്നർ എന്നൊക്കെ അവരെ കാണുമ്പോഴൊക്കെ പറയും. ശരിക്കും ഇവിടെ വിന്നർ ആരാന്ന് വെച്ചാൽ അനുമോൾ തന്നെയാണ്. അതിപ്പോ ആരെന്ത് പറഞ്ഞാലും. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ വന്നിട്ട് ഇപ്പോഴും ഭയങ്കരമായ നെഗറ്റീവ് കമന്റുകൾ ഇടാറുണ്ട് എന്നാണ് പറയുന്നത്. അനുമോൾ എത്ര പക്വതയോടെയാണ് ആ മറുപടി പറഞ്ഞത് എന്നുവെച്ചാൽ, എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടും, മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ പലരും കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എനിക്കൊരു നല്ലൊരു പോസിറ്റീവ് സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ, ബിഗ് ബോസ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ നമ്പർ ലീക്കായത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. PR ത്രൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്പർ ലീക്കായപ്പോഴാണ് എത്രത്തോളം ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ അമ്മ മനസ്സിലാക്കിയത്. ഒരു ദിവസം 100-500 കോൾ എനിക്ക് വരും. ഞാൻ വരെ അനുവിന്റെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് ലൈക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വഴിപാട് ചെയ്യാൻ അനുവിന്റെ നാള് എന്റെ അടുത്ത് എത്ര പേര്, അമ്മമാര് അതൊക്കെ അവരുടെ ഇഷ്ടം കൊണ്ടല്ലേ. അപ്പൊ അമ്മമാരുടെ സ്നേഹവും സപ്പോർട്ടും എന്നെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും പോട്ടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഈ നെഗറ്റീവ് കമന്റ് ഒന്നും എൻ്റെ ലൈഫിൽ എനിക്ക് ഒന്നുമല്ലതേ രോമമില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് കേട്ടതും അന്ന് ഈ പറഞ്ഞ അനുമോളായിരുന്നു. PR എന്ന് പറഞ്ഞിട്ട് അവിടെ പോയ മിക്ക ആൾക്കാർക്കും PR ഉണ്ടായിരുന്നു. ആരും വലിയ പുണ്യാളത്തികളൊക്കെ ആയിട്ട് അവിടെ അനാതിരുന്നോണ്ട് എനിക്ക് PR ഇല്ല, നിനക്കേ PR ഉള്ളൂ, അനുമോൾ PR ബലത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ എത്രമാത്രം ഹരാസ് ചെയ്യാമോ അത്രമാത്രം ഹരാസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം എന്താ, വെളിയിൽ വന്നു കഴിഞ്ഞിട്ട് കുറവുണ്ടായിരുന്നോ? ഒരു കുറവും ഇല്ലായിരുന്നു. PR മുഖേനയാണ് കപ്പ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അവിടെ പോയവർ, കഴിഞ്ഞ സീസൺ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ കോൺട്രവേഴ്സികൾ കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പോയ 90% ആൾക്കാർക്കും PR ഉണ്ടായിരുന്നു. പിന്നെ വാഴയെ പോലെ ഇരുന്നവർക്കൊന്നും PR ഇല്ലായിരുന്നു. അവർ PR കൊടുക്കാതൊക്കെയാ പോയത്. കുറച്ചുപേര് വാഴയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ PR എന്ന് പറയുന്നത് നമ്മളിപ്പോ തന്നെ നിങ്ങൾ ഇലക്ഷൻ എടുത്ത് നോക്കിക്കോ, പല ഇലക്ഷനുകളിലും ഈ PR സിസ്റ്റം ഇപ്പോൾ ഉണ്ട്. പല മേഖലകളിലും ഇപ്പൊ ഈ PR സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അത് വലിയൊരു കുറ്റമാക്കി, തൂക്കിക്കൊല്ലാൻ പറ്റുന്ന ഒരു കുറ്റമാക്കിയിട്ടാണ് അനുമോളുടെ മേത്തോട്ട് അങ്ങ് ചാരി വെച്ചത്. ജനങ്ങൾ വെളിവിരിക്കുന്നവർ ഇതെല്ലാം മനസ്സിലാക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അനുമോള് ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ കാണുമ്പോൾ നോക്കുമ്പോൾ ഇതിനൊന്നും മുഖമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ അറിയാലോ, ഫേക്ക് അക്കൗണ്ട് എന്ന് നമ്മൾ പറയും. മുഖം കാണിക്കാതെ വന്നിട്ട് ധീരമായ കാര്യങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് തന്റെ ഇടം ഇല്ല. ഞാനിപ്പോഴും പറയുന്നത്, ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കമന്റ് ചെയ്യുന്നവർക്ക് 2 നന്ദന്മാരുണ്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴും ഞാൻ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കും. ഞാൻ കഴിഞ്ഞ അന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എടാ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീയൊക്കെ വന്ന് നേരെ പറയണം, സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്ന് പറയണം. ഇത് ഒരാളെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് സംസാരിക്കുന്നവരുണ്ട്. അപ്പം അനുമോൾ പറഞ്ഞു, ഞാൻ ഈ ഫേക്ക് അക്കൗണ്ട് നോക്കി, അത് ഫേക്ക് അക്കൗണ്ട്. പക്ഷെ എന്നെ ഒരുപാട് പേർ, എന്റെ നമ്പർ ലീക്ക് ആയതിനു ശേഷം ഒരുപാട് പേർ, അമ്മമാര്, കുട്ടികള്, അതുപോലെ അനിയത്തിമാര്, ചേട്ടത്തിമാര്, എല്ലാവരും, ചേട്ടന്മാര്, അങ്ങനെയുള്ള ഒരുപാട് പേർ എന്നെ പല ഭാഗങ്ങളിൽ നിന്നും എന്നെ കോണ്ടാക്ട് ചെയ്തു. അവരായിരുന്നു എന്റെ ബലം. ലക്ഷ്മി നക്ഷത്രത്തിന് അതിനകത്ത് പറയുന്നുണ്ട്, എന്റെ അടുത്ത് നിന്ന് നമ്പർ വാങ്ങിച്ച് വഴിപാട് കഴിക്കാൻ പോയവർ വരെ ഉണ്ടെന്ന്. അപ്പൊ ഇവരൊക്കെയാണ് ഈ പറഞ്ഞ റിയൽ PR എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തന്നെയാണ്. എത്ര PR കൊടുത്തെന്ന് പറഞ്ഞാലും ഒരാള് അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പൊ ജനങ്ങളുണ്ട്, ഈ PR അപ്പുറം ഒരു ജനങ്ങളുണ്ട്. അവരാണ് വോട്ട് ചെയ്യുന്നത്. അവരാണ് വോട്ട് ചെയ്ത് ഈ പറയുന്ന അനുമോളെ വിജയിപ്പിച്ചതും. ഈ കരയേണ്ടവർക്ക് ഇരുന്ന് കരയാം, എന്റെ കമന്റ് ബോക്സിലും വന്നിരുന്ന് കരയാം. വിന്നർ ആകുന്നതിന് മുന്നേ കുറെ പേര് ഇപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഫാമിലിയിൽ നിന്ന് ചോദിച്ചു, ഫ്രണ്ട്സിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലൈക് സോഷ്യൽ മീഡിയയിൽ ആർട്ടിസ്റ്റുകളോട് ഇടാൻ വേണ്ടിട്ട് അനുവിന്റെ ചേച്ചി, അറിയത്തില്ല അതിനെ പറ്റിയൊന്നും. അനുവിന്റെ ചേച്ചി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഒരുവിധം ഞാൻ പറയും, ഞാൻ എവിടെ വേണമെങ്കിൽ ഞാൻ പറയും, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അയ്യേ കരയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ വീണ്ടും ഞങ്ങള് ബിഗ് ബോസ് ചെയ്യണ പോലെ ഇങ്ങനെ കരയരുത്. സന്തോഷം കൊണ്ടുള്ള കരച്ചില്ല അത്. അനുമോളുടെ കരച്ചിലൊക്കെ അഭിനയമാണെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് ആ സീസണിൽ. ആ കുട്ടി അങ്ങനെയാണ്. നമുക്ക് ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം, പെട്ടെന്ന് ഇമോഷണൽ ആവും. പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ
ഇതിപ്പോ ഈ കരഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അനുമോൾക്ക് അതിനകത്ത് നിന്നപ്പോൾ പുറത്തെന്താണ് നടക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അവരുടെ ചേച്ചി എടുത്ത ഒരു എഫേർട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഈ കരയുന്നത്. ഒരു മനുഷ്യൻ കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അത് നാടകമാണെന്ന് പറയും പലരും. നമുക്കറിയാലോ റിയലായിട്ട് കരയുന്നതും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കരയുന്നതും ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. നമ്മളൊക്കെ അരി ആഹാരമല്ലേ കഴിക്കുന്നത്. അകത്തിരുന്നുകൊണ്ട് പറഞ്ഞവരെന്താണ് ഉടനെ ഇപ്പം അനുമോൾ അങ്ങ് കരഞ്ഞു കാണിക്കും, ഫാമിലി ഓഡിയൻസിനെ പിടിക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് റിയൽ ആയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടു നോക്കിക്കേ, അനുമോള് അങ്ങനെയാണ്, പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ്. ആ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടി. ശരിക്കും ആ കുടുംബത്തിന് വേണ്ടി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആ ഫാമിലി അതുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് അത്രയും വിഷമം വന്നത്. അത് പറയാൻ ഈ കരയാൻ തന്നെ ഒരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇന്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലായിരിക്കാം. എന്നെ ഏറ്റവും കൂടുതൽ അതിപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസും പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സും പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്, നിന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി 100 ദിവസവും നിനക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. ജോലി വരെ മാറ്റി വെച്ചു. അത് കൂടാതെ പ്രഗ്നൻ്റ് ആയി അബോർഷൻ വരെ ഓടി നടന്നിട്ടാ അതുവരെ പോയി. അതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. ഈ അനുമോളുടെ ചേച്ചി ഉള്ളായിരുന്നു. ഇവർക്ക് ആൺപിള്ളേരൊന്നും ഇല്ല, ഇവർ 2 പെൺപിള്ളേരാണല്ലോ. അപ്പം ഓടി നടക്കാനൊക്കെ ചേച്ചി ഉള്ളായിരുന്നു. ചേച്ചിക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ലീവ് എടുത്തിട്ട് വന്നാണ് അനുമോൾക്ക് വേണ്ടിയിട്ട് ഓരോ വീഡിയോ ചോദിക്കും, ഓരോരുത്തരോട് വീഡിയോ ചോദിച്ചുകൊണ്ടിരുന്നതും. പലരും കൊടുത്തില്ല. പല നടന്മാരും പല നടിമാരോടൊക്കെ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നവരോടൊക്കെ പോയിട്ട് വീഡിയോ ചോദിച്ചു, നാളെ തരാം ഇന്ന് തരാന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ചേച്ചി. ഈ വോട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും അതെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിറങ്ങിയാണ്. അപ്പൊ ആ ഓട്ടത്തിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ചേച്ചിയുടെ 2ാമത് പ്രഗ്നന്റ് ആയിരുന്നു. ആ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അത് അലസിപ്പോയി എന്നാണ് പറയുന്നത്. അത് ഏറ്റവും നഷ്ടമായ ഒരു കാര്യമാണ്. അത് ഒരിക്കലും അനുമോൾക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയാണല്ലോ ഈ ഓടി നടന്നിട്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. ഒരു കുഞ്ഞൊക്കെ 2ാമതൊരു കുഞ്ഞ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും. കുഞ്ഞ് വരുന്നത് അത് സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ലൈഫിലുണ്ടാകും. അനുമോൾക്ക് വേണ്ടിയുള്ള ആ ഓട്ടത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഞാൻ പറഞ്ഞ നേരത്തെ പോലെ ഒന്ന് പ്രതിരോധിക്കാനോ ഒന്നും ഒരു ആങ്ങളമാരൊന്നും ഇല്ല. ഈ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും വന്നാലും പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഉള്ളത്. അവർ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തോന്ന് പരിചയമില്ലാത്ത ആളാണ്. അപ്പം ചേച്ചിയാണ് സത്യം പറഞ്ഞ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്നത്. പക്ഷെ ഓടി നടന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഗർഭം അലസിപ്പോയെന്നാണ് പറയുന്നത്. അത് ഒരുപാട് അനുമോളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് അനുമോൾക്കെന്നല്ല, അത് ആർക്കാണെങ്കിലും എഫക്ട് ചെയ്യും. അതാണ് പെട്ടെന്ന് സങ്കടം. കാരണം നമ്മൾ നെക്സ്റ്റ് ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തു. ശരിക്കും മനുവിന്റെ ചേച്ചിയാണ് കേട്ടോ ഓരോ ഇങ്ങനെ ലക്ഷ്മി ഇപ്പം ലൈക്ക് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ തലേന്ന് വരെ വീഡിയോ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഒന്ന് കൊളാബും കൂടി ഇടുമോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടച്ചനാണ്. അച്ഛന് എനിക്ക് ഈക്വലാണ് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത്. പുള്ളി വരെ ചേച്ചി പറയുക ചേട്ടൻ കരയുന്നത് ചേച്ചിയുടെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന്. ചേട്ടൻ വരെ കരയുന്നത് ഞാൻ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചേട്ടൻ എന്താ പറയുന്നത്, അനുമോൾക്ക് കാര്യം മനസ്സിലാക്കേണ്ടത് ചേട്ടൻ മാത്രമല്ല, കേരളത്തിലെ പല അമ്മമാരും പെങ്ങന്മാരും ഒക്കെ വീട്ടിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ വരുന്ന കമന്റുകളാണെങ്കിലും പലരുടെയും വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളായിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നതൊന്നും ഞങ്ങളുടെ നാട്ടിലൊന്നും അധികം ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഈ ടൗണിലൊക്കെ ഇറങ്ങിയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സംസാരമൊക്കെ വരുമ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആണുങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചിനെ ഇട്ട് എന്തുവാ കാണിക്കുന്നത്, ആ കൊച്ചിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അതിന്റെ അവസാന ഘട്ടത്തിൽ കണ്ടവർ വരെ അനുമോൾക്ക് വേണ്ടി എത്ര വോട്ട് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതും അത്രമാത്രം ആൾക്കാർ ആ വീട്ടിലിരുന്ന് കരഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അനുമോളെ പോലെ തന്നെ അനുമോളുടെ ആ വിഷമത്തിൽ പങ്കുചേർന്ന ഒരുപാട് പേരുണ്ട്. എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അകത്തിരിക്കുന്ന അവരെന്താണ് കാണിക്കുന്നത്, ആ കൊച്ചിനെ അല്ലെങ്കിൽ ഇറക്കി വിട്ടേക്കാൻ പറ, എന്തോ ഈ കാണിക്കുന്നതെന്നൊക്കെ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ഏഷ്യാനെറ്റിനെതിരെ ഒരുപാട് കമന്റുകൾ വരികയും ഒക്കെ ചെയ്തു. ആ കൊച്ചിനെ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഇറക്കി വിടുന്ന എത്രയോ പേര് കമന്റ് ചെയ്തു. അവരൊക്കെയാണ് ഈ അനുമോൾക്ക് വോട്ട് ചെയ്തതും അനുമോൾ ജയിക്കണമെന്നുള്ള വാശിയിൽ ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ വോട്ടുകൾ പിടിക്കാൻ ഇറങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അനുമോൾക്ക് അത്രയും ഒരു ലീഡ് കിട്ടിയത് തന്നെ. അവർക്ക് ഇങ്ങനെ അബോഷൻ ആയപ്പോൾ പോലും ചേട്ടൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അനു ബിഗ് ബോസിൽ വിഷമിക്കണ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു. അവസാനം ചേട്ടൻ TV ഓഫ് ചെയ്ത് വെച്ചു കാണണ്ടാന്ന്. ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്, എന്തിനാ കിടന്ന് കരയുന്നത്? കാരണം എല്ലാം കാണിക്കുന്നില്ലല്ലോ അതിനകത്ത്, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോവുള്ളൂ. എന്തിനാ? കാരണം അതിനകത്ത് ഉള്ളിൽ ഞാൻ കരയാൻ വേണ്ടി കരയുന്നതല്ല ചേച്ചി, അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് എപ്പോഴും. അത് എൻ്റെ ഒരു അവസ്ഥ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ
ഇനി വരുന്ന സീസണിൽ എൻ്റെ അവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്കും, പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും വരാൻ പാടില്ല. വന്നാലും കുറച്ചുകൂടെ നന്നായിട്ട് ബോൾഡായിട്ട് പിടിച്ചു നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഒരു 10-25 പേര് ഒരുമിച്ച് വന്ന് നമ്മളെ ആക്രമിക്കുക, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനും ഇല്ല, നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി. എന്നാൽ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റുമാണ്, നമ്മൾ പെട്ടുപോകും. ആർക്കാണെങ്കിലും എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയും? ഒരു ആണുങ്ങൾക്ക് പോലും വലിയ പാടാ പിടിച്ചു നിൽക്കാൻ. അപ്പോഴായിരിക്കാം ഒരു പെണ്ണ് ഇത്രയും പിടിച്ചു നിന്നത്. അങ്ങനെയാണ് അനുമോള് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എന്നെ ഇറക്കി വിടുന്ന ഒരു അവസാനം അനുമോള് പറഞ്ഞു, എനിക്ക് ഇവിടെ വേണ്ട ബിഗ് ബോസ്, ഞാൻ പോവാ, എന്റെ കൂടെ നിൽക്കുന്നവർ വരെ എന്നെ തള്ളി പറയുന്നു, ഞാൻ പറഞ്ഞത് സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്രമാത്രം അനുമോളെ അതിനകത്തിട്ട് ഈ 24-25 പേരോളം എന്നുവെച്ചാൽ വെളിയിൽ പോയവരെല്ലാം തിരിച്ചു വന്നിട്ടായിരുന്നല്ലോ അറ്റാക്ക്. അതിനകത്ത് 3-4 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും വട്ടം ചുറ്റിയിരുന്ന് ആക്രമിക്കുമായിരുന്നു. അതിനൊക്കെ കാരണം എന്താ? അനുമോള് കണ്ടതെല്ലാം കണ്ടു എന്ന് പറഞ്ഞു. ഈ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നടന്നതെല്ലാം സത്യമായിരുന്നു. പക്ഷേ അതെങ്ങനെയെങ്കിലും അനുമോള് പറയുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കണം വെളിയിൽ. പക്ഷെ എന്ത് ചെയ്യാം, നാട്ടുകാരും ലോകക്കാരെല്ലാം വെളിയിൽ അകത്ത് നടന്ന സംഭവങ്ങളെല്ലാം കണ്ടതാണ്. എത്ര വന്ന് ഈ ബിഗ് ബോസിൽ പോകുന്നവരോട് എനിക്ക് കാര്യം പറഞ്ഞു, നിങ്ങൾ എത്ര വന്ന് വെളി വന്ന് ന്യായീകരിച്ചാലും നിങ്ങൾ അകത്ത് കാണിക്കുന്നത് കൃത്യമായിട്ട് വിലയിരുത്താൻ വെളിയിൽ ആൾക്കാരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ വെളി വന്ന് കിടന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുമല്ലായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഞങ്ങൾ കൂട്ടുകാരായിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ അതിനകത്ത് എന്തോ കാണിക്കുന്നോ അത് കൃത്യമായിട്ട് വെളിയിരിക്കുന്നവർ വിലയിരുത്തുന്നുണ്ട്. എന്നിട്ട് നിങ്ങളൊന്നും മെഴുകുന്നതോ വെളിയിൽ വന്ന് കിടന്നിട്ട് അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഓക്കെ, കാശൊക്കെ ആയി, സ്ഥലമൊക്കെ മേടിച്ചു, ഒന്ന് സെറ്റിലായി. ഇനി ഒന്നും കൂടെ സെറ്റിൽ ആയാലോ എന്ന്. കാരണം ഫാമിലിയൊക്കെ കാണും. കാരണം നമുക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും പ്രായമൊക്കെ ആയില്ലേ അവരപ്പോ. അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. മോളുണ്ടല്ലോ അവർക്ക് എന്ത്. അതുകൊണ്ട് എന്റെ 2 കുട്ടികളാണ് അവർ, അച്ഛനും അമ്മയും. അതെ അതെ. എന്തായാലും അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമാണ്, എന്താണ്? കല്യാണം. അനു ആണെങ്കിൽ എപ്പോഴും പ്രേക്ഷകരുടെ ഏത് ഇനോഗ്രേഷന് പോയാലും പറയും അടുത്ത മാസം അടുത്ത ആഴ്ച എന്നൊക്കെ കള്ളം പറയുന്നത്. ഇപ്പൊ ഐശ്വര്യയുടെ ആണെങ്കിലും ഇപ്പൊ ശ്രീവിദ്യയുടെ ആണെങ്കിലും ആ കല്യാണം, ആ താലികെട്ടില് കഴിഞ്ഞ ഉടനെ അനു എന്നെ ഇങ്ങനെ നോക്കിട്ട് പറയും, ചേച്ചി ഇനി എന്നാ എന്റെ കല്യാണം? ലിറ്ററലി ഐഷു കല്യാണം കഴിക്കണതിന്റെ ഒരു സന്തോഷം അനുവിനുണ്ട്. എന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ടാണ്, ചേച്ചി എനിക്ക് എന്നാ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുക? അത്രയും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അതെ, കാരണം എന്റെ അച്ഛനും അമ്മയും എനിക്ക് 2 കുട്ടികളാണ് എന്നാണ് പറയുന്നത്. ഞാൻ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവരെ അങ്ങനെ തന്നെ കെയർ ചെയ്യും, ഞാൻ അങ്ങനെ തന്നെ നോക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ എത്ര ദിവസമായി, ഞാനിക്കൊന്ന് സെറ്റിൽ ആവണമെന്നുണ്ട്. എന്ന് വെച്ചാല് ഈ 1 രൂപ പോലും വെളിയിൽ അനാമത്തായിട്ട് കളയാത്ത ആളാണ്. എന്ന് വെച്ചാൽ കഷ്ടപ്പാട് കണ്ട് വളർന്നു വന്ന ആളാണ് ഈ പറയുന്ന അനുമോള്. അപ്പൊ അനുമോൾക്ക് ഇപ്പൊ സെറ്റിലായി. അപ്പൊ ഇനിയിപ്പോ എനിക്ക് മുന്നോട്ട് എന്റെ ജീവിതം എങ്ങനെയാണ് എന്ന് ചിന്തിച്ചപ്പം അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് ഇനി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, അനുമോളുടെ കല്യാണത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു അച്ഛനെയും അമ്മയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആൺകുട്ടി പോലും ഇത്രയും ഇതായിട്ട് നോക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. ഒരു കുടുംബത്തിന്റെ മൊത്തം ഭാരവും സത്യം പറഞ്ഞാൽ തന്റെ നെഞ്ചിലേക്ക് ഏറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെയാണ് അനുമോള് ആ കുടുംബത്തെ നോക്കിയത്. നമുക്ക് ഈ ഇന്റർവ്യൂവിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അടുത്തൊരു ലൈഫ് വേണം, ഒരു ഫാമിലി ആകണം. ഗുഡ് ന്യൂസ് അധികം വൈകാണ്ട് കേൾക്കാം. കല്യാണത്തിന് പോയപ്പോൾ തന്നെ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ കല്യാണം എന്നാണ് ചേച്ചി എന്ന് മുറുക്കി പിടിച്ച് ചോദിച്ചു എന്നാണ് പറയുന്നത്. അത് ഈ ബിഗ് ബോസിനൊക്കെ വരുന്നതിന് മുമ്പാണ് ഇത് നടക്കുന്നത്. അപ്പൊ അത്രമാത്രം ലൈഫിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷെ തന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാരണമൊക്കെ മാറ്റി തള്ളി വെക്കുമായിരുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. എന്തായാലും അനുമോളുടെ മനസ്സുപോലെ തന്നെ അനുമോള് നല്ല രീതിയിൽ സെറ്റായി, ലൈഫിൽ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത കല്യാണമാണെന്ന് പറയുന്നത്. എന്തായാലും ആരാണെന്ന് അറിയത്തില്ല ചെറുക്കനൊക്കെ. ഇനിയിപ്പോ പയ്യെ വെളി വരുമായിരിക്കാം. എന്തായാലും കല്യാണം ഏകദേശം ഉറപ്പിച്ചതുപോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ വരട്ടെ, ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ നമുക്കറിയാം, ബിഗ് ബോസിനകത്ത് കണ്ട ഒരു അനുമോളെ എല്ലാവരും സ്റ്റാർ മാജിക് എന്ന് പറയുമെങ്കിലും ബിഗ് ബോസിലാണ് കൂടുതൽ ആഴത്തില് എല്ലാവർക്കും അനുമോളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ മനസ്സിലാക്കിയത് വെച്ചിട്ട് തീർച്ചയായിട്ടും തന്റെ ജീവിതം തന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു കുട്ടിയായിരുന്നു. അത് ഒരു വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഒരു വിജയത്തിലേക്ക് എത്തി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ കുടുംബത്തിന് വേണ്ടിയിട്ട്. എന്തായാലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. ഇനി ഒരുപാട് പറയാനുണ്ട്, പക്ഷെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോയി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.